തൃശൂർ പൂരത്തിന് കൊടിയേറി 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സാംസ്കാരിക നഗരി ഇന്ന് വലിയൊരു നടുക്കത്തിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന വെടിക്കെട്ട് അപകടത്തിൽ 13 പേരുടെ ജീവൻ പൊലിയുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ പൂരനഗരി ഒന്നാകെ ശോകമൂകമായിരിക്കുകയാണ്. സാധാരണഗതിയിൽ കൊടിയേറ്റത്തിന് ശേഷമുള്ള 3-ാം നാൾ പൂരപ്രേമികളുടെ തിരക്കുകൊണ്ട് സജീവമാകാറുള്ള നഗരവീഥികൾ ഇന്ന് നിശബ്ദമാണ്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യത്തിൽ പൂരത്തിന്റെ ആവേശം പൂർണ്ണമായും കെട്ടടങ്ങിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന പ്രധാന വെടിക്കെട്ടും കുടമാറ്റവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വെട്ടിക്കുറയ്ക്കാനോ ചടങ്ങുകൾ മാത്രമായി നടത്താനോ ഉള്ള ആലോചനയിലാണ് അധികൃതരും ക്ഷേത്ര ഭാരവാഹികളും. സാധാരണയായി കൊടിയേറ്റത്തിന് ശേഷമുള്ള 3-ാം ദിവസം തൃശൂരിൽ പൂരത്തിന്റെ അണിയറ ഒരുക്കങ്ങൾക്കും പ്രദർശനങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ ആനച്ചമയങ്ങളുടെ മിനുക്കുപണികൾ പൂർത്തിയാകുന്നതും ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾക്ക് കൂടുതൽ ഗാംഭീര്യം കൈവരുന്നതും ഈ ദിവസമാണ്. കൂടാതെ സാമ്പിൾ വെടിക്കെട്ടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വെടിക്കെട്ട് പുരകളിൽ സജീവമാകാറുള്ള സമയമാണിത്. എന്നാൽ ഇന്നലത്തെ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരപ്രേമികളുടെ എല്ലാ പ്രതീക്ഷകളും കണ്ണുനീരിന് വഴിമാറിയിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളിച്ചകളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതോടെ നഗരം കർശനമായ പോലീസ് നിയന്ത്രണത്തിലാണ്. ആചാരപരമായ ചടങ്ങുകൾ മുടങ്ങാതെ നടക്കുന്നുണ്ടെങ്കിലും ഇത്തവണത്തെ തൃശൂർ പൂരം ചരിത്രത്തിലെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ്.